ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. 43-ാം ശ്ലോകം. ബ്രഹ്മാഭ്യാസവും ബ്രഹ്മസാക്ഷാത്കാരവും ഇത്ര എളുപ്പമാണെങ്കിൽ എല്ലാവരും എന്തുകൊണ്ട് ഇത് പരിശീലിക്കുന്നില്ല? മായാമോഹം എന്നേ പറയേണ്ടു. നിഷ്കാമ കർമ്മ അനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ സമനില അഭ്യസിപ്പിച്ച് ഭാവാദ്വൈതം ഉറപ്പിക്കാത്തിടത്തോളം ശാസ്ത്ര പാണ്ഡിത്യം കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ബ്രഹ്മനിഷ്ഠ അഥവാ നൈഷ്കർമ്മ്യസിദ്ധി കൈവരുന്നതല്ല. ഇക്കാര്യമാണ് 43-ാം പദ്യം വെളിപ്പെടുത്തുന്നത്. പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീലകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. പ്രകൃതി പിടിച്ച് മായ ലോകമോഹങ്ങളിൽ അകപ്പെടുത്തി ചുഴറ്റിടും പ്രകാരം എങ്ങനെ ഭ്രമിപ്പിക്കുന്നുവോ അങ്ങനെ സുകൃതികൾ പോലും, ശാസ്ത്ര പാണ്ഡിത്യമുള്ളവരും പുണ്യം ചെയ്തവരും പോലും ചുഴന്നിടുന്നു, ഭ്രമിക്കാൻ ഇടവരുന്നു. വികൃതി മനസ്സിൻ്റെ രാഗദ്വേഷങ്ങൾ വിടുന്നതിനായി മാറിക്കിട്ടാനായി വേല ചെയ്വില്ല, സമയെ ആശ്രയിച്ചു യത്നിക്കുന്നില്ല. അകൃതി കർമ്മലേശമില്ലാത്ത ബ്രഹ്മപ്രാപ്തി അഥവാ നൈഷ്കർമ്മ്യസിദ്ധി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം, ഫലസംഗം വെടിഞ്ഞ് സാക്ഷാത്കരിക്കേണ്ടതാണ്. മായ ലോകമോഹങ്ങളിൽ അകപ്പെടുത്തി എങ്ങനെ ഭ്രമിപ്പിക്കുന്നുവോ അങ്ങനെ ശാസ്ത്ര പാണ്ഡിത്യമുള്ളവരും പുണ്യം ചെയ്തവരും പോലും ഭ്രമിക്കാനിടവരുന്നു. മനസ്സിൻ്റെ രാഗദ്വേഷങ്ങൾ മാറിക്കിട്ടാനായി സമയെ ആശ്രയിച്ച് യത്നിക്കുന്നില്ല. കർമ്മലേശമില്ലാത്ത ബ്രഹ്മപ്രാപ്തി അഥവാ നൈഷ്കർമ്മ്യസിദ്ധി ഫലസംഗം വെടിഞ്ഞ് സാക്ഷാത്കരിക്കേണ്ടതാണ്. സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. ഈശ്വര ഭജനത്തിൽ ഏർപ്പെട്ടു കഴിയുന്നവരിൽ പോലും പലരും ശരിയായ സത്യാന്വേഷണ മാർഗമോ സത്യാനുഭവ രഹസ്യമോ എന്തെന്നറിയുന്നില്ല. അദ്വൈതബോധമുറച്ച് രാഗദ്വേഷങ്ങൾ അകന്ന് മനസ്സിൻ്റെ സമനില കൂടിക്കൂടി വരുന്നതാണ് സത്യാനുഭവ രഹസ്യം. ഈ പദ്യത്തിലെ വികൃതി എന്ന പദത്തിന് ജനന മരണാദി സകല ജഡവികാരങ്ങളും എന്നാണ് താൽപ്പര്യം. എന്നാൽ വാസനാപ്രേരിതങ്ങളായ രാഗദ്വേഷ സങ്കല്പങ്ങളാണ് മറ്റെല്ലാ ജഡവികാരങ്ങൾക്കും അടിസ്ഥാനപരമായി നിൽക്കുന്ന വികൃതി. ഈ വികൃതി ശാസ്ത്ര പാണ്ഡിത്യം കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ മാത്രം വിട്ടുകിട്ടുന്നതല്ല. 4 വേദങ്ങളും കാണാതെ ഹൃദിസ്ഥമാണെന്ന് വന്നാൽ പോലും ഒരുവൻ മനസ്സിൻ്റെ സമനില നേടി ബ്രഹ്മാനുഭവത്തിന് പാത്രമാകുന്നില്ലെന്ന് വന്നാൽ അവനെ വേദം ചുമക്കുന്ന കഴുതയായി മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ എന്നാണ് മഹാന്മാരുടെ അഭിപ്രായം. വസിഷ്ഠൻ രാമനോട് പറയുന്നത് നോക്കുക. യേ പ്രജ്ഞാ ഗർവമാപന്നാഃ വിദഗ്ധാഃ ശാസ്ത്രശാലിനഃ രാഗദ്വേഷമയാഃ മാന്യഗർദ്ധഭാസ്തേധിഗസ്തുതാൻ. ശാസ്ത്രപാണ്ഡിത്യമുള്ളവർ, ശാസ്ത്രപാണ്ഡിത്യ ഗർവുള്ളവർ, ശാസ്ത്രം നന്നായി വിശദീകരിക്കാൻ സമർത്ഥന്മാർ, പക്ഷേ രാഗദ്വേഷ കലുഷന്മാർ, അത്തരക്കാരെ മാനിക്കപ്പെടാവുന്ന കഴുതകളായി മാത്രമേ കണക്കാക്കാവൂ. അവരെ അശേഷം കൂട്ടാക്കിയിട്ട് കാര്യമില്ല. അതിരുകവിഞ്ഞ ശാസ്ത്രവാസന ആത്മാനുഭവത്തിന് പ്രതിബന്ധമാണെന്നു തന്നെ ശാസ്ത്രം ഘോഷിക്കുന്നു. ശാസ്ത്രവാസന പലപ്പോഴും അഹങ്കാരത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഛാന്തോക്യോപനിഷത്തിലെ ശ്വേതകേതുവിൻ്റെ ചരിത്രം ഇതിന് തെളിവാണ്. ബൃഹദാരണ്യക ഉപനിഷത്തിലും ഇത്തരം അഹങ്കാരികളെക്കുറിച്ചുള്ള പ്രസ്താവനകളുണ്ട്. ബാലാഗി എന്നയാൾ ഏതാനും ഉപാസനകൾ അഭ്യസിച്ച് പല സിദ്ധികളും നേടി അഹങ്കരിച്ചു നടന്ന കഥ അവിടെ കാണാം. അതുപോലെ തന്നെ പുണ്യകർമ്മങ്ങൾ ചിത്തശുദ്ധി വരുത്തി അദ്വൈത അനുഭവത്തിന് വഴി തെളിച്ചില്ലെങ്കിൽ പലപ്പോഴും ദുരഭിമാനത്തെ വളർത്താൻ മാത്രമേ പ്രയോജനപ്പെടൂ. അവിടെ ചിത്തപ്രസാദവും സത്യാനുഭൂതിയും തടയപ്പെടും. വസിഷ്ഠൻ തന്നെ രാമനോട് ഇക്കാര്യം വിശദമാക്കുന്നത് നോക്കുക. കാലം യജ്ഞ തപോദാന തീർത്ഥ ദേവാർച്ചന ഭ്രമൈഃ ചിരമാധിശതോപേതാഃ ക്ഷപയന്തി മൃഗാഃ ഇവ. യജ്ഞം, തപസ്, ദാനം, തീർത്ഥസേവ, ദേവാർച്ചനം ഇവയൊക്കെയാണല്ലോ പുണ്യകർമ്മങ്ങൾ. രാഗദ്വേഷ വികൃതികൾ അകന്ന് അദ്വൈത ഭാവം ഉറയ്ക്കാത്തവർ മൃഗങ്ങളെപ്പോലെ 100 ദുഃഖങ്ങളിൽ കൂടി ഇത്തരം പുണ്യകർമ്മങ്ങൾ ചെയ്ത് കാലം വല്ല വിധവും കടത്തിവിടുന്നു എന്നേ കണക്കാക്കാനുള്ളൂ.
കാലാന്തരത്തിൽ ഇത്തരം പുണ്യകർമ്മങ്ങൾ ചില ചില്ലറ ഫലങ്ങൾ ഉളവാക്കിയെന്ന് വരാം. എന്നാലും സമയെ സമാശ്രയിക്കാതെ ഇതുകൊണ്ട് മാത്രം ആത്മാനുഭവം നേടാൻ കഴിയുന്നതല്ല. പണ്ഡിതന്മാരും പുണ്യവാന്മാരും പോലും മായയുടെ പിടിയിൽപ്പെട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഉഴലുന്നതായി ശ്രീ ശങ്കര ഭഗവത്പാദർ മായാപഞ്ചകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കുക. ശ്രുതി ശതനിഗമാന്തശോധകാനപ്യഹ ധനാദി നിർദശനേന നിത്യം കലുഷയതി ചതുഷ്പദാദ്യഭിന്നാനഘടിത ഘടനാ പടീയസീ മായ. നിരവധി വേദാന്തവാക്യങ്ങൾ യുക്തിയുക്തം വിശകലനം ചെയ്ത് കഴിഞ്ഞുകൂടുന്ന മഹാരഥന്മാരെ പോലും കീർത്തി ധനാദിയിൽ മോഹിപ്പിച്ച് ഇന്ദ്രജാല തുല്യയായ ഈ മായ മൃഗസമന്മാരാക്കി തീർക്കുന്നത് ആശ്ചര്യമെന്നേ പറയേണ്ടു. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഗുരുദേവൻ സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. കൃതി അഥവാ ക്രിയ ഇല്ലാത്ത അവസ്ഥയാണ് അകൃതി. ബ്രഹ്മം മാത്രമാണ് കർമ്മരഹിതമായ വസ്തു. അചഞ്ചലവും അഖണ്ഡവുമായ ബോധമാണ് ബ്രഹ്മം. ഈ ബോധത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന അധ്യാരോപമാണ് കർമ്മം. കർമ്മമയമായ പ്രപഞ്ചത്തിൻ്റെ അകർമ്മമായ അധിഷ്ഠാനമാണ് ബ്രഹ്മം. കർമ്മപ്യസത് കർമ്മമില്ലാത്തതാണ് എന്ന് ഗുരുദേവൻ തന്നെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരമാണ് അകൃതി. ഇതുതന്നെയാണ് വേദാന്തപ്രസിദ്ധമായ നൈഷ്കർമ്മ്യസിദ്ധി. കർമ്മഫലത്തിൽ സംഘം ഉപേക്ഷിക്കുന്നയാൾക്ക് ആത്മാവ് തെളിഞ്ഞ് നൈഷ്കർമ്മ്യസിദ്ധി കൈവരുന്നു. സ്വന്തം ശരീരമുൾപ്പെടെയുള്ള കർമ്മഫലങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ആഗ്രഹമാണ് ഫലാഗ്രഹം. ഈ ഫലാഗ്രഹമാണ് ആത്മാനുഭവത്തിന് തടസ്സം. ഫലസംഘം വെടിയുന്നതാണ് ത്യാഗം. ഭഗവാൻ ഗീതയിൽ പറയുന്നത് നോക്കുക. സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഹ. ഭഗവത്ഗീത 18:2. എല്ലാ കർമ്മഫലങ്ങളും മനസാ ത്യജിക്കുന്നതിനെ സത്യദർശികൾ ത്യാഗമെന്ന് പറയുന്നു. ഇതുതന്നെയാണ് സന്യാസം. സന്യാസിയുടെ മനസ്സ് പ്രപഞ്ച വിഷയങ്ങളിൽ നിസ്സംഗമായി തീരുന്നു. ഈ സന്യാസം അകൃതി അഥവാ നൈഷ്കർമ്മസിദ്ധി എന്ന അദ്വയ ബ്രഹ്മ സാക്ഷാത്കാര ദശയിലേക്ക് നയിക്കുന്നു. ഗീത ഇക്കാര്യം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ഭഗവത്ഗീത 18:49. ബുദ്ധി സർവത്ര നിസ്സംഗതയെ പ്രാപിച്ചയാൾ പൂർണ്ണമായും ആഗ്രഹമറ്റവനായിത്തീരുന്നു. അങ്ങനെയുള്ളയാൾ സകല കാമ്യകർമ്മങ്ങളും ത്യജിച്ച് നൈഷ്കർമ്മ്യസിദ്ധി കൈവരിക്കുന്നു. ഇതുതന്നെയാണ് മോക്ഷം അഥവാ ബ്രഹ്മനിഷ്ഠ. നൈഷ്കർമ്മ്യസിദ്ധിയിലെത്തിയയാൾ ശരീരം കൊണ്ടു കർമ്മം ചെയ്താലും താൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് സദാ അനുഭവിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ഗുരുദേവൻ അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം എന്ന വരിയിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. ഗീതയിലെ കർമ്മയോഗ രഹസ്യവും ഇതുതന്നെയാണല്ലോ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.